ഷെർലി ക്ലാസ്സസ് ഹിന്ദിയിലേക്ക് സ്വാഗതം. മക്കളെ, നമുക്ക് 10ാം ക്ലാസ്സിലെ ലേഖ് നോക്കാം. സെക്കൻഡ് ടൈമിലെ ലേഖനം ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാൻ കൊള്ളാവുന്ന ലേഖനമാണ് ഇന്നത്തെ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ. നമുക്ക് ആദ്യം എഴുതിയിരിക്കുന്ന ബേക്കറോങ്കി സമസ്യ, വീടില്ലായ്മ എന്ന പ്രശ്നം. അതായത് വീടില്ലാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ അല്ലേ. ഇത് എഴുതുമ്പോൾ, ലേഖനം എഴുതുമ്പോൾ ടൈറ്റിൽ ഇങ്ങനെ എഴുതിയിട്ട് വേണം താഴേക്ക് 3 പാരഗ്രാഫായിട്ട് എഴുതി കൊടുക്കുക. നമുക്ക് വായിക്കാം. നോക്കിയേ. ബേക്കറോം സമാജിക്ക് ഏക ഗംഭീര സമസ്യ ഹേ. വീടില്ലായ്മ സമൂഹത്തിലെ ഒരു വലിയ പ്രശ്നമാണ്. ദുനിയ ഭർ കെ ലാഖോം ലോകോങ്കി സമസ്യ ഹേ. ദുനിയാന്ന് വെച്ചാൽ ലോകം നിറയുള്ള ലാഖോൻ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ സമസ്യ, പ്രശ്നമാണ് ഇത്. ബേക്കർ ഹോനെ കാ അർത്ഥ, വീടില്ല എന്ന വാക്കിൻ്റെ അർത്ഥം ജോ വ്യക്തിക്ക് പാസ് രഹനെ കെ ലിയേ ഏക് സുരക്ഷിത और സ്ഥായി ആവാസസ്ഥാൻ നഹീം ഹേ. ഏത് വ്യക്തിയുടെ പാസിലാണോ, അരികിലാണോ രഹനെ കെ ലിയേ താമസിക്കുവാൻ വേണ്ടി സുരക്ഷിതവും സ്ഥായി സ്ഥിരമായിട്ടുള്ള താമസ സ്ഥലം ഇല്ലാത്തത്, അതാണ് ബേക്കർ എന്ന വാക്കിൻ്റെ അർത്ഥം. യഹ ഉൻകി സ്വാസ്ഥ്യക്കോ ഹാനികാരക ഹോ സക്താ ഹേ. ഇത് ഏതൊരു വ്യക്തിയുടെയും സ്വാസ്ഥ്യം എന്ന് വെച്ചാൽ ആരോഗ്യത്തെ പോലും ഹാനികാരകമായി ബാധിക്കുകയും ചെയ്യും, വീടില്ലായ്മ. നോക്കിയേ അടുത്ത പാരഗ്രാഫ്. ബരോസ്കരി ഗരീബി और कम आय आदि बेघरों की प्रमुख समस्या का कारण है. ബരോസ്കരി തൊഴിലില്ലായ്മ, ഗരീബി ദാരിദ്ര്യം, കം ആയ എന്ന് വെച്ചാൽ കുറഞ്ഞ വരുമാനം. ഏതൊക്കെയാന്ന് നോക്കിയേ. തൊഴിലില്ലായ്മ, ദാരിദ്ര്യം, കുറഞ്ഞ വരുമാനം, ആദി മുതലായവ. ബേക്കറോങ്കി പ്രമുഖ സമസ്യക്ക കാരണം ഹേ. ബേക്കർ വീടില്ലായ്മയുടെ പ്രമുഖമായ പ്രശ്നത്തിൻ്റെ കാരണമായി മാറിയിരിക്കുന്നു. അടുത്ത നോക്കിയേ. ആവാസസ്ഥാനോങ്കി കമി ബേക്കറോങ്കി സമസ്യ ബഡാത്താ ഹേ. താമസ സ്ഥലങ്ങളുടെ കുറവ് ബേക്കറോങ്കി സമസ്യയെ ബഡാത്ത, കൂട്ടുകയും ചെയ്യുന്നു. പാരിവാരിക വിഷയ, മാനസിക വിഷയ ബേക്കറോം കാ കാരൺ ഹേ. പാരിവാരിക, കുടുംബപരമായിട്ടുള്ള വിഷയങ്ങളും മാനസികമായ വിഷയങ്ങളും ബേക്കറോം കാ കാരൺ ഹേ, ബേക്കറുകൾക്ക് കാരണമായി മാറുന്നു. അതായത് വീടില്ലായ്മ എന്ന വാക്കിൻ്റെ കാരണമായി മാറുന്നു. ഇസ്സേ സാമാജിക അലംഭാവെ അകേലാപ്പൻ മഹസൂസ് ഹോത്താ ഹേ. ഇതുകൊണ്ടെന്തൊക്കെയാണെന്നൊക്കെ സാമൂഹിക അലംഭാവങ്ങളും അകേലാപ്പൻ എന്നുവെച്ചാൽ ഒറ്റയ്ക്കുള്ള എന്ന തോന്നലും ഉണ്ടാകുന്നു. സാമാജിക സ്വാസ്ഥ്യ സമസ്യാവും ഭി ബേക്കറോം കാ കാരൺ ഹേ. സാമാജിക സ്വാസ്ഥ്യ, ആരോഗ്യം, സാമൂഹികമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കും ബേക്കറോം കാ കാരൺ ഹേ, ബേക്കറുകൾക്ക് കാരണമായി മാറുന്നു. വീടില്ലായ്മയുടെ കാരണങ്ങളാണ് സാമൂഹികമായ ആരോഗ്യ പ്രശ്നങ്ങളും ഇതിന് കാരണമായി മാറുന്നു. അടുത്ത പാരഗ്രാഫ്. ആവാസിക്ക് വ്യവസ്ഥ ഖർന और आवास की कमी दूर करने से ബേക്കറോं की समस्या को समाधान करता है. അതായത് ബേക്കറുകൾ എന്നാന്ന് വെച്ചാൽ വീടില്ലാത്ത പ്രശ്നം എന്നിവയൊക്കെ സമാധാനം കണ്ടെത്താൻ നമുക്ക് കഴിയുന്നു. ഏതിലൂടെയാണെന്നൊക്കെ. ആവാസിക്ക് വ്യവസ്ഥാകരണ, ആവാസ സ്ഥലങ്ങളുടെ വ്യവസ്ഥ ഉണ്ടാക്കിയെടുക്കുക. അതിനോടൊപ്പം തന്നെ ആവാസ സ്ഥലങ്ങളുടെ കമി കുറവുകളെ ദൂരീകരിക്കുകയും ചെയ്യണം. ഇതിലൂടെ ആ പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ കഴിയുന്നു. അടുത്ത നോക്കിയ. ആർത്തിക സഹായതാസേ, സാമ്പത്തികമായ സഹായം കൊണ്ടും ബേക്കറോങ്കി സമസ്യക്കോ സമാധാൻ കർ സക്തേ ഹൈ. ബേക്കറുകളുടെ സമസ്യയ്ക്ക് എന്ന് വെച്ചാൽ വീടില്ലായ്മ എന്ന പ്രശ്നത്തിന് സമാധാനം കണ്ടെത്താൻ കഴിയുന്നു. ആർത്തികമെന്ന് വെച്ചാൽ സാമ്പത്തികപരമായിട്ടുള്ള സഹായം കൊണ്ടും ഈ സമസ്യ, ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ നമ്മെ കൊണ്ട് സാധിക്കുന്നു. ഇത് വായിച്ച് പഠിച്ച് വെച്ചിരിക്കണം കേട്ടോ. ലേഖനം ചോദിക്കാൻ കൊള്ളാം. നോക്കിയേ. അടുത്ത നോക്കിയേ. 2ാമത്തെ ലേഖനം. സമാജ നിർമ്മാൺ ആം ജനതാ കാ യോഗദാൻ ഹേ. സമാജ നിർമ്മാൺ, സാമൂഹിക നിർമ്മാണം, ആം ജനതാ കാ യോഗദാൻ, സാധാരണപ്പെട്ട ജനങ്ങളുടെ യോഗദാൻ എന്ന് വെച്ചാൽ പങ്ക്. സമൂഹ നിർമ്മാണത്തിന് വേണ്ടി പാവപ്പെട്ട ജനങ്ങളുടെ യോഗദാൻ, പങ്ക് എന്ത് എന്നാണ് അടുത്ത 2ാമത്തെ ലേഖനം. ടൈറ്റിൽ ആഡ് ചെയ്യുക. അതിനുശേഷം വീണ്ടും 3 പാരഗ്രാഫ് അറിയാമല്ലോ, ശ്രദ്ധിക്കുക. समाज निर्माण के लिए आम जनता का योगदान महत्वपूर्ण है.
സാമൂഹിക നിർമ്മാണത്തിന് വേണ്ടി സാധാരണപ്പെട്ട ജനങ്ങളുടെ പങ്ക് മഹത്വപൂർണ്ണമാണ്, എടുത്തു പറയത്തക്ക തന്നെ ആണ്. ഉൻകെ യോഗദാൻ സെ സമാജ് കോ വികാസ് ഹോതാ ഹെ. അവരുടെ യോഗദാൻ പങ്കുകൊണ്ട് സമൂഹത്തിന് വികാസം ഉണ്ടാകുന്നു. അടുത്ത നോക്കിയേ, ആം ജനതാക്ക് യോഗദാൻ സെ സാമാജിക പരിവർത്തൻ ഹോ സക്തി ഹെ. സാധാരണ ജനങ്ങളുടെ പങ്കുകൊണ്ട് സാമാജികമായ പരിവർത്തനം, സാമൂഹിക പരിവർത്തനം, മാറ്റം ഉണ്ടാകാൻ കഴിയുന്നു. സമൂഹത്തിന് മാറ്റം ഉണ്ടാക്കാനും സാധാരണപ്പെട്ട ജനങ്ങളെ കൊണ്ട് കഴിയുന്നു. ജൈസെ സാമാജിക ന്യായ, സമാനത और മാനവ അധികാരോं के लिए वे लड़ते हैं. അവർ എന്തിനു വേണ്ടിയൊക്കെയാന്ന് നോക്കിയേ, സാമൂഹികമായ ന്യായങ്ങളെ, സമാനത, ഏകത എന്ന് വെച്ചാൽ തുല്യത, അടുത്ത നോക്കിയേ മാനവ അധികാരങ്ങൾ, മനുഷ്യൻ്റെ അധികാരം, ഇവയ്ക്ക് വേണ്ടി അവർ സദാ എന്ത് ചെയ്യുന്നു, ലഡ്തേഹെ, സമരം ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ പാവപ്പെട്ട ജനങ്ങൾ അതിനുവേണ്ടി എന്ത് ചെയ്യുന്നു, സമൂഹത്തിലെ ന്യായങ്ങൾക്കും സമാനതകൾക്കും മനുഷ്യൻ്റെ അധികാരങ്ങൾക്കും വേണ്ടി അവരെന്ത് ചെയ്യുന്നു, കലഹിക്കുകയും ചെയ്യുന്നു, അല്ലെ സമരം ചെയ്യുന്നു. നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കിയേ, സാമുദായിക कार्यों में ആം ജനത की ഭൂമിക മഹത്വപൂർണ്ണ ഹെ. സാമൂഹികമായ കാര്യങ്ങൾക്ക് വേണ്ടിയും സാധാരണപ്പെട്ട ആൾക്കാരുടെ പങ്ക് വളരെ എടുത്തു പറയത്തക്ക തന്നെ ആണ്. ജൈസെ ശിക്ഷ, സ്വാസ്ഥ്യ അവരെ സ്വച്ഛത के लिए भी काम करना. എന്നൊക്കെ ശിക്ഷ, വിദ്യാഭ്യാസം, ആരോഗ്യം, സ്വച്ഛതയ്ക്ക് വേണ്ടിയും അവർ എന്ത് ചെയ്യുന്നു, പ്രവർത്തിക്കുകയും ചെയ്യുന്നു. സാംസ്കൃതിക വികാസ് കോഫി ഉൻക യോഗദാൻ ഹെ. സാംസ്കാരികമായ വികാസത്തിനും അവരുടെ പങ്ക് ഉണ്ട്. ജൈസെ കല और സാഹിത്യ കോ ബഡായ ദേത്താ ഹെ. കലാ സാഹിത്യത്തിനെയും അവർ ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യുന്നു. അവരുടെ പങ്കുകൊണ്ട് കലകൾക്കും സാഹിത്യങ്ങൾക്കും ഉയർച്ച ഉണ്ടാവുകയും ചെയ്യുന്നു. നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കിയേ, ആം ജനത की ഭൂമിക സമാജ് के निर्माण में അത്യന്ത മഹത്വപൂർണ്ണ ഹെ. സാധാരണപ്പെട്ട ജനങ്ങളുടെ ആ ഒരു പങ്ക് സമൂഹത്തിൻ്റെ നിർമ്മാണത്തിന് അത്യന്തം മഹത്വപൂർണ്ണം തന്നെ ആണ്. ആം ജനത को अपने अधिकारों और जिम्मेदारियों के प्रति जागरूक होना चाहिए. സാധാരണപ്പെട്ട ജനങ്ങൾ അവരുടെ അധികാരങ്ങൾക്കും ജമീന്ദാരി ഉത്തരവാദിത്വത്തിൻ്റെയും നേർക്ക് ജാഗരൂകരായിരിക്കണം. സാധാരണപ്പെട്ട ജനങ്ങളെപ്പോഴും എന്ത് ചെയ്യണം, അവരുടെ അധികാരങ്ങൾക്കും ഉത്തരവാദിത്വത്തിൻ്റെ നേർക്കും എപ്പോഴും ജാഗരൂകരായിരിക്കുക തന്നെ വേണം. ഇങ്ങനെ എഴുതി കൊടുക്കാൻ പോകുന്ന പാരഗ്രാഫായിട്ട് കേട്ടോ. നോക്കി ഒന്നാമത്തെ 2 അറിയാമല്ലോ. ഇനി മൂന്നാമത്തെ നോക്കി, സിന്ദഗിക്ക് ചുനൗത്തിയ വിഷയ पर टिप्पणी. സിന്ദഗിക്ക് ചുനൗത്തി എന്ന് വെച്ചാൽ ജീവിതത്തിലെ വെല്ലുവിളികൾ. ഇത് നമ്മൾ തന്നിട്ടുണ്ട്, ഹൈക്കു എന്ന വീഡിയോയിലുണ്ട്. സിന്ദഗിക്ക് ചുനൗത്തിയ, അത് നോക്കി പഠിക്കുക കേട്ടോ. അങ്ങനെ 3 ലേഖനങ്ങൾ പഠിച്ചുകൊണ്ട് എക്സാമിന് പോകാവൂ. ഇതിലേതെങ്കിലും ഒരെണ്ണം തന്നെയായിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. ഓക്കെ, ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ശരി.